ഹായ് ഹലോ ഫാമിലി ടീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയ്ക്കുള്ള മാവ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു നാഴി പച്ചരി, അതുപോലെ തന്നെ അതിലേക്ക് ഒരു അര കപ്പ് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഇതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി ഉണ്ടല്ലോ, ആ മട്ടരി ഇതുപോലൊരു പിടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളരിയല്ല, മട്ടരിയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിട്ട് വെച്ച് നമ്മൾ ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നു. അതിനുശേഷം നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലിക്കാണെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ട് അരച്ചെടുക്കും, ദോശയ്ക്കാണെങ്കിൽ നമ്മളൊന്ന് ലൂസായിട്ട് അരച്ചെടുക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കുക. ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ആ കണക്കിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 പപ്പടം ഇതുപോലെ ഒന്ന് കുതിർത്തിയതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. പപ്പടം ഇട്ട് കൊടുത്ത ഒന്നും കൂടി നമ്മുടെ മാവ് രാവിലേക്ക് ഇങ്ങനെ പൊന്തി വന്നോളും. പിന്നെ ദോശയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 2 തവണയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് 2 വട്ടം അരച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ വിറകടുപ്പിൻ്റെ സൈഡിലൊക്കെയാണ് സാധാരണ വെക്കാറുള്ളത്. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ രാവിലെയാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ ഉപ്പ് എല്ലായിടത്തും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ദോശയ്ക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് മാവ് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ളത് പരത്തിയെടുക്കാം. അപ്പം ചൂടായി വരുന്ന നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഒരു ഏതാണ്ട് അടിയൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ യമ്മി ദോശ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചട്നിയോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തലേദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ബെസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അയിലക്കറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്